ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണേണ്ടത്, ഒരു മതപ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസത്തിന്റെ ആശയത്തിന് വെല്ലുവിളിയേകുന്ന നിലയാണ് ഇത് എന്നുള്ളത് പൊതുവെ ചർച്ച ചെയ്യപ്പെടും. വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ഇരടികൾ അത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നീടുള്ള 4 ഇരടികളിൽ തീർച്ചയായും ഒരു ബഹുസ്വര സമൂഹത്തിനാകെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല. രാഷ്ട്രീയ അജണ്ടയുണ്ട്, മതവർഗീയത കൊണ്ടുവരാനുള്ള അജണ്ടയുണ്ട്, സംഘപരിവാർ അജണ്ടയുണ്ട്. ആ സംഘപരിവാറിന്റെ അജണ്ടയാണ് വന്ദേ മാതരം എന്നുള്ളത് പൂർണ്ണമായും. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഈ ഇമേജ് കണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ സഖാവ് മരുമകന് കേരള നിയമസഭയിൽ വന്ദേ മാതരം മുഴുവനായി പാടിയപ്പോൾ ആശങ്കയുണ്ടായി അത്രേ. ഈ കേരള നിയമസഭയിലല്ലാതെ പിന്നെ പാകിസ്ഥാൻ നിയമസഭയിലാണോ വന്ദേ മാതരം പാടേണ്ടത്? അതും ദേശീയ ഗാനത്തിന് തത്തുല്യമായിട്ടുള്ള ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വന്ദേ മാതരം. ശരിക്കും ഏത് ഭാഗത്താണ് ഈ ആശങ്കയുണ്ടായത്? വന്ദേ മാതരം കേട്ടപ്പോൾ ഞങ്ങൾക്കാർക്കും ഒരാശങ്കയുമില്ലല്ലോ. ഇങ്ങനെ ആശങ്ക ഉണ്ടാകുന്നവർക്ക് വേണ്ടിയിട്ടാണ് 1947 ഒരു രാജ്യം തന്നെ മുറിച്ചു മാറ്റി തന്നിട്ടുള്ളത്. വന്ദേ മാതരം കേൾക്കുമ്പോൾ ആശങ്ക തോന്നിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചോളുക. വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ അമ്മേ ഞാൻ നിന്നെ വന്ദിക്കുന്നു, മാതൃരാജ്യത്തിനെ വന്ദിക്കുകയാണ്. ഭാരതത്തിന്റെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമി, കാറ്റ്, ശീതളിമ, അതുപോലെ ഭാരതത്തിന്റെ ശക്തി ഒക്കെ സൂചിപ്പിക്കുന്ന വരികളാണ് വന്ദേ മാതരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെത്തുന്നത്. പക്ഷെ അവിടെ രാജ്യത്തിന്റെ പൗരത്വം പേറിക്കൊണ്ട്, അതും രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്ത് ഒരു MLA ആയിട്ടിരിക്കുന്ന വ്യക്തിക്ക് ആശങ്ക തോന്നണമെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മളിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഭുല്ലകുസുമിത ദ്രുമതലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഈ വരികളുടെ അർത്ഥം: തിളങ്ങുന്ന ചന്ദ്രികയാൽ സന്തോഷം നിറഞ്ഞ രാത്രികളുള്ളവളെ, പൂത്തുലഞ്ഞ മരങ്ങളാലും ഇലകളാലും മനോഹരമായവളെ, മനോഹരമായി പുഞ്ചിരിക്കുന്നവളെ, മധുരമുള്ള വാക്കുകൾ സംസാരിക്കുന്നവളെ, സുഖവും അനുഗ്രഹങ്ങളും നൽകുന്ന അമ്മേ, അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു ഭാരതീയർക്കും ആശങ്കയുണ്ടാകുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ളവർക്ക് ആശങ്കയുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത്തരക്കാര് ഈ ഭാരതത്തിന്റെ പൗരത്വം പേറാൻ യോഗ്യരല്ല എന്ന് തന്നെയാണ് അർത്ഥം. കുറച്ചു നാളുകൾക്ക് മുമ്പ് കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരവാദികള് ഹിന്ദുക്കളെ എന്തോ ചൊല്ലാത്തതിന്റെ പേരിൽ നിഷ്ഠൂരമായിട്ട് വെടിവെച്ചു കൊന്നിരുന്നു. മരുമോൻ റിയാസ് ആശങ്കപ്പെടേണ്ടത് നിയമസഭയിൽ അങ്ങനെ എന്തെങ്കിലും ചൊല്ലുമ്പോൾ മാത്രമാണ്, അല്ലാതെ ദേശീയഗാനം ചൊല്ലുമ്പോഴല്ല. The whole problem with the world is fools and fanatics are so certain of themselves and the wise people are full of doubts എന്ന് ബെർട്രൻഡ് റസൽ എന്ന ഒരു ചിന്തകൻ പറഞ്ഞിരുന്നു. അതായത് വിഡ്ഢികളും വിവരദോഷികളും തീവ്രവാദികളും എല്ലാം അവരവരുടെ ബോധത്തെക്കുറിച്ച് വളരെ ഉറച്ച ആത്മവിശ്വാസമുള്ളവരും അറിവുള്ളവരും ജ്ഞാനികളും എപ്പോഴും തങ്ങളുടെ ജ്ഞാനത്തെക്കുറിച്ച് സംശയമുള്ളവരുമായിരിക്കുമെന്ന്. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് എന്നാണോ ഈ ഉറച്ച ബോധമുണ്ടാകുന്നത് അതുവരെ ഇത്തരം ദേശദ്രോഹികൾ ഭാരതത്തിനും ഭാരതത്തിന്റെ ദേശീയ ഗാനത്തിനും എല്ലാമെതിരെ ഇത്തരം ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും.